ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി റോയി കെ പൗലോസ് അവസാനവട്ട പര്യടനത്തിലും പ്രചരണത്തിലുമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ്. പ്രതീക്ഷകൾ എത്രത്തോളമാണ്? വലിയ പ്രതീക്ഷയിലാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും. ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അതിൻ്റെ എല്ലാ താഴെ തലത്തിലുള്ള തലങ്ങളിലുമുള്ള ആളുകളുമായി ജനങ്ങളുമായി കഴിഞ്ഞ 10-12 ദിവസമായി ബന്ധപ്പെടാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം UDFന് വലിയ വിജയം ഉണ്ടാവും. നല്ല ഭൂരിപക്ഷത്തിലായിരിക്കും വിജയിക്കാൻ. ഏതാണ്ട് 3 പതിറ്റാണ്ടിന് ശേഷമാണ് കോൺഗ്രസിനൊരു സ്ഥാനാർത്ഥി ഇടുക്കി നിയോജകമണ്ഡലത്തിൽ വരുന്നത്. അതിൻ്റെ ഒരു ഗുണം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഭരണവിരുദ്ധ വികാരം ഭയങ്കരമായിട്ട് നിൽക്കുകയാണ്. സർക്കാർ മാറണമെന്നുള്ള കാര്യത്തിൽ ജനങ്ങൾ ഉറച്ച തീരുമാനത്തിലാണ്. ഇനിയൊരു പിണറായി സർക്കാർ ഇനിയും ഒരിക്കൽ കൂടി വരരുത് എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള നിലപാടാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കാണുന്നൊരു പ്രത്യേകത, ജില്ലയിലെ ജനങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ് പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്തൊരു ഗവൺമെൻറ്റാണ്. കാർഷിക മേഖലയിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചു. പ്രശ്നങ്ങളെല്ലാം വഷളാക്കി. നിർമ്മാണ നിരോധനം പോലെയുള്ള ഉത്തരവുകൾ ഇറക്കി. CHR വനമാണെന്ന് പറഞ്ഞ് ഉത്തരവിറക്കി. ഒരിടത്തും പട്ടയം കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാക്കി വെച്ചു. ഇതിനെല്ലാം ഉത്തരവാദികളെന്ന് പറയുന്നത് ഈ ഭരണകൂടമാണ്. ഒന്നിനും പരിഹരിക്കാൻ കഴിയത്തുമില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചവർ പരിഹരിക്കണ്ടേ? പരിഹരിക്കാനാണെന്ന് പറഞ്ഞ് ഭൂനിയമ ഭേദഗതി എന്നൊക്കെ പറഞ്ഞ് വേറൊരു തട്ടിപ്പ് കൊണ്ടുപോകും. അത് വന്നു കഴിഞ്ഞിട്ട് ഒരാൾക്ക് പോലും, ജില്ലയിൽ ഒരാൾക്കെങ്കിലും കൊണ്ട് പ്രയോജനമുണ്ടാണ്. 2023 എല്ലാ പ്രശ്നവും പരിഹരിക്കാനാണ് ഭൂനിയമ ഭേദഗതി എന്ന് പറഞ്ഞ് വലിയ പ്രകടനവും ആഘോഷമൊക്കെ നടത്തിൽ ഞാൻ കണ്ടു. അതനുസരിച്ച് 23 കൊണ്ടുവന്ന ഭേദഗതി അനുസരിച്ച് ഇടുക്കി ജില്ലയിൽ ഒരു വ്യക്തിക്കെങ്കിലും പ്രയോജനം ഉണ്ടാകണ്ടേ? ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പറയുന്നതെല്ലാം അവരെ കളിപ്പിക്കാനാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ തിരിച്ചടി തിരഞ്ഞെടുപ്പിലുണ്ടാകും. ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലും ഇത് തന്നെയാണ് പ്രധാനമായി ഉയരുന്നത്. UDF അധികാരത്തിലെത്തുകയും ഇടുക്കിയിൽ നിന്ന് റോയിച്ചേട്ടൻ വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയായിരിക്കും ഈ ഭൂപ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കുക? ഇടുക്കിയിൽ ജനങ്ങൾക്ക് പട്ടയം കിട്ടിക്കഴിഞ്ഞാൽ ആ പട്ടയം കിട്ടുന്ന ഭൂമിയിൽ യഥേഷ്ടം ആ ഭൂമിയിൽ എന്ത് ചെയ്യുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ആ പട്ടയ ഉടമയ്ക്ക് വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതാണ് അഭിപ്രായം. അല്ലാണ്ട് അവിടെ ഏതെങ്കിലും ഒരു കെട്ടിടം പണിത് കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്, അതിന് സ്ലാബ് വെക്കും, അതിന് ഫീസ് വെക്കും എന്നൊന്നും പറയുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റത്തില്ല. ആ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ LDF ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും UDF പരിഹാരം ഉണ്ടാക്കും. കർഷകരൊപ്പം പൂർണ്ണമായിട്ട് നിൽക്കും. ഇപ്പോൾ എന്തൊക്കെയാണോ തടസ്സങ്ങൾ നിൽക്കുന്നത് ആ തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിയിരിക്കും. ഒരു സംശയം വേണം. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം, കെട്ടുപാടുകളില്ലാത്ത പട്ടയം, ഇതുതന്നെയാണ് ശ്രീ റോയി കെ പൗലോസ് ഉറപ്പു നൽകുന്നത്. ഇടുക്കിയിൽ നിന്നും അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്.